എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും രമേശ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഒരു 4 മണി പലഹാരം, കേക്കിൻ്റെ ഒക്കെ അതേപോലെയുള്ള ഒരു പലഹാരമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജിലൂടെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് 1/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ശർക്കര ഞാൻ ആദ്യം ഒന്ന് ചെറുതായിട്ട് പൊടിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ടുള്ളത് വേറെ ഒന്നിനുമല്ല, പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മണമൊന്നുമില്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ എടുത്താൽ മതി. വെളിച്ചെണ്ണ ഇതിൽ ഉപയോഗിക്കാറില്ല, ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. കേക്കിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. എന്നാൽ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിയാണ് ഈ ഒരു കേക്ക് പോലെയുള്ള പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് തട്ടിക്കൊടുത്ത് അരിച്ചെടുക്കാം. കേക്കിൻ്റെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ലെങ്കിലും ഇത് കേക്ക് പോലെ നമുക്ക് കഴിക്കാവുന്ന ഒരു പലഹാരമാണ്. അതുകൊണ്ടാണ് ഇതിന് കേക്ക് എന്ന് പറയാതെ ഒരു പലഹാരം എന്ന് പറയണത്. അപ്പോൾ നമുക്ക് ഇനി പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. കുറച്ച് സമയം പിടിക്കുന്നത് നന്നായിട്ട് മിക്സായിട്ട് വരാൻ. ഇനി ഇതിൽ ഗോതമ്പ് പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിക്കായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിലേക്ക് കുറേശ്ശെ പാൽ കൂടി ചേർത്തിട്ട് കേക്കിനൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു ബാറ്ററിൻ്റെ രൂപത്തിലേക്ക് ഇത് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതാ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ചേരുവ കൂടി ചേർക്കാനുണ്ട്. ഇനി ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓപ്ഷണൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. ഏലക്ക എല്ലാവരുടെയും വീട്ടിൽ സാധാരണ ഉണ്ടാവും. അപ്പോൾ ഏലക്ക ഇട്ട് കൊടുത്തിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഏത് ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കാൻ ഇഷ്ടമെങ്കിൽ അത് വീട്ടിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രൈ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രമാണിത്. ഈ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ ഓയിൽ തേച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത ശേഷം ഇതിലേക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചുകൂടി ടൂട്ടി ഫ്രൂട്ടി ഇതിന് മുകളിലായിട്ട് വെതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 അണ്ടിപ്പരിപ്പിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട് എന്താ ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഗാർണിഷിങ്ങിന് ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഈ പലഹാരം വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഗാർണിഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ പാത്രം ഒന്ന് നിലത്ത് വെച്ചിട്ടൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. ഈ മാവൊന്ന് എല്ലായിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തട്ടി കൊടുക്കുന്നത്. ഉള്ളിൽ ബബിൾസ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തട്ടി കൊടുക്കുന്നത്. ഇനിയും തട്ടി കൊടുത്തതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് പാനിൻ്റെ അടപ്പ് വെച്ച് മൂടിയിട്ട് ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത്
ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഈ പാനിൻ്റെ അടിയിൽ ഒരു കട്ടിയുള്ള പാത്രം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് നേരിട്ടിട്ടല്ല അടുപ്പത്ത് വെച്ചിട്ടുള്ളത്, ഇതിനടിയിൽ ഒരു കട്ടിയുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു 4 മണി പലഹാരം റെഡി ആയി കഴിഞ്ഞു. ഗോതമ്പ് പൊടിയും ശർക്കരയും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ കമൻസ് എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോസ് ഷെയർ ചെയ്തും അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.